റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ ഇട്ടിട്ടുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് എല്ലാവർക്കും വളരെ പുച്ഛമായിരുന്നു തോന്നിയത്. ഇവനെല്ലാം ആരാ ഈ ഒരു പാർട്ടിയിലേക്ക് വിളിച്ചേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഒരാള് 3 ഡ്രിങ്ക്സുമായിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അയാൾ വിചാരിച്ചു ഇവൻ അവിടെ വർക്ക് ചെയ്യുന്ന സെർവന്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക്സ് രാജാവിനും രാജ്ഞിക്കും രാജകുമാരിക്കും കൊണ്ടു കൊടുക്കാനായിട്ട് പറയാണ്. ഇയാളിങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ട് കഴിഞ്ഞപ്പോ അവന് ചെറിയൊരു ടെൻഷൻ തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ആ ഒരു ഡ്രിങ്ക്സുമായിട്ട് അവൻ നേരെ രാജാവിന്റെ അടുത്തേക്ക് വരാണ്. അത് അവിടെ വെക്കുന്നുണ്ട്. ഇപ്പൊ രാജാവാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രിങ്ക് എടുത്തിട്ട് റാണിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ രാജാവും അത് കുടിക്കുകയാണ്. രാജാവും റാണിയും ഈ ഒരു ഡ്രിങ്ക്സ് പെട്ടെന്ന് തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ച അടുത്ത നിമിഷത്തില് രണ്ടുപേരും ബോധം കെട്ട് അവിടെ വീഴാണ്. ഈ ഒരു കാര്യം കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ അങ്ങോട്ടേക്ക് ഓടി കൂടുകയാണ്. ഇപ്പൊ ഈ ഒരു ഡ്രിങ്ക്സ് എടുത്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു പോയിസൺ കലർന്നിട്ടുണ്ടെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവാണിപ്പോ. ഈ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാര് നമ്മുടെ ഹീറോയിന്റെ ബ്രദറിനെ കൈ കാണിച്ചിട്ട് ഇവൻ ആ ഒരു ഡ്രിങ്ക്സ് അവിടെ കൊണ്ടുവച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനായിരിക്കും ആ ഒരു ഡ്രിങ്ക്സിൽ പോയിസൺ കലക്കിയിട്ടുണ്ടാവാന്നൊക്കെ അവരിപ്പോ വിളിച്ച് പറയാണ്. ഇപ്പൊ അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്തിനാണ് പോയിസൺ കലർത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് അവൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ലേഡി കയ്യിലൊരു ബോട്ടിൽ എടുത്തിട്ട് മറ്റേ ബ്രദറിന്റെ പോക്കറ്റിൽ നിന്നും അത് എടുക്കുന്ന രീതിയിൽ ആ ഒരു പോക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ ഈ ഒരു പോയിസന്റെ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവര് തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവാന്നൊക്കെ ഇപ്പൊ വിളിച്ചു പറയാണ്. ഇപ്പൊ മന്ത്രിയാണെന്നുണ്ടെങ്കിൽ നേരെ രാജകുമാരിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ 2 പ്രദേശം കൂടിയിട്ടാണ് നിങ്ങളെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കയ്യോടെ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി ഇപ്പൊ പറയാണ്. എന്നാൽ നമ്മുടെ രാജകുമാരിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു അത് ആ ഒരു ബ്രദേഴ്സ് അല്ല ചെയ്തെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ക്രൗഡ് അവര് ഭയങ്കരമായിട്ട് വയലന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോ മന്ത്രി പറയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പേര് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ തരാനായിട്ട് പറയാണ്. ഹീറോയിനും ഇപ്പൊ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട് എന്റെ ബ്രദേഴ്സ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ. ഇപ്പൊ 2 ബ്രദേഴ്സിനെ കൂടിയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. ഈ ഒരു സീൻ കട്ടായി കഴിഞ്ഞാല് നമ്മൾ കാണുന്നത് രാജാവിന്